അത്തം 10 പൊന്നോണം 2025. This program is brought to you by D-Bros Exhibitions and Events, Dubai, UAE. Happy Land Presents, powered by Vibis Collections, Sharjah, UAE. Co-powered by St. Mary's Group of Institutions. Co-presents Nila Catchers. ഇന്ന് ഉത്രാടം. ലോകമെങ്ങുമുള്ള മലയാളികൾ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ്. മഹാബലി രാജാവിൻ്റെ കേരളത്തിലേക്കുള്ള യാത്ര ഇന്നായതിനാൽ ഇന്നത്തെ ദിവസത്തെ ഒന്നാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്നു. അത്തം 10 പൊന്നോണത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളെല്ലാം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്, വാട്ടർ റൈഡ്സും ലാൻഡ് റൈഡ്സും എല്ലാം ഉണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വേവ് പൂളാണ് ഹാപ്പി ലാൻഡിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനാണെങ്കിൽ ഹാപ്പി ലാൻഡിലേക്ക് വരിക, ഒട്ടും സംശയിക്കാതെ. വിത്ത് ഫാമിലി, വിത്ത് ഫ്രണ്ട്സ്, വിത്ത് എനി ഗ്രൂപ്പ് യു കൻ കം ഹിയർ ആൻഡ് എൻജോയ്. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇപ്പോൾ തൽക്കാലം കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യൂ. ശ്രീ ഗണനാഥ സ്വാമി സോദര, സകല വിഘ്നങ്ങളും നീക്കേണമേ ദേവാ വിനായക ഗണപതിനടയിൽ തേങ്ങയുടച്ച് കെട്ടും കെട്ടി ഇരുമുടിയേന്തി ഹരിഹരസുതനെ ഞങ്ങൾ വരുന്നേ. മനസാവാച ഞങ്ങളുടെ പക്കൽ നിന്നറിയാതുയരുന്നൊരു തെറ്റിന് പൊന്നയ്യപ്പ മാപ്പുതരേണമേ. കരിമല കയറി പേട്ടതുള്ളി പാടിയാടാനായി 18 പടി തൊട്ടു വണങ്ങി അയ്യനെ കാണാൻ. കരിമല കയറി പേട്ടതുള്ളി പാടിയാടാനായി 18 പടി തൊട്ടു വണങ്ങി അയ്യനെ കാണാൻ. പാദബലം താ, ദേഹബലം താ, കർമ്മബലം താ, ആത്മബലം താ, പാദബലം താ, ദേഹബലം താ, കർമ്മബലം താ. കനകാഞ്ചിനി മിന്നും കപോലങ്ങളാണേ, കളവം തൊടുക്കുന്ന ആ കണ്ണുകളാണേ. കനകാഞ്ചിനി മിന്നും കപോലങ്ങളാണേ, കളവം തൊടുക്കുന്ന ആ കണ്ണുകളാണേ. കദംബവനത്തിൽ വസിച്ചിടുന്ന മാതംഗപുത്രി അഞ്ജകദംബികെ, പുഷ്പാത്രം പുണ്ടരിക കരിമ്പ് തൃക്കൈകളിലേന്തിടും ആദിമാതേ. അമ്മേ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിടുന്നേ, അമ്മേ നിൻ പാദങ്ങൾ പുൽകി എന്നും നമിച്ചിടുന്നേ. അമ്മേ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിടുന്നേ, അമ്മേ നിൻ പാദങ്ങൾ പുൽകി എന്നും നമിച്ചിടുന്നേ. കനകാഞ്ചിനി മിന്നും കപോലങ്ങളാണേ, കളഭം കൊടുക്കുന്ന ആ കണ്ണുകളാണേ.
നമ്മുടെ ഹാപ്പി ലാൻഡിൻ്റെ കുടുംബാംഗങ്ങളുടെ കൈകൊട്ടി കളിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടിന് താളത്തിനൊത്ത് ചുവട് വെച്ചവരാണ് ഇപ്പോൾ ഈ 16 പേരുടെ സംഘം. ഇതെല്ലാം കണ്ട് ആസ്വദിച്ചവരുടെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? നല്ല എൻജോയ് ചെയ്തല്ലേ എല്ലാവരും? സൂപ്പർ. അപ്പൊ ഇവര് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇവർ റിഹേഴ്സ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പൊ ഡ്യൂട്ടിക്കിടയിലുള്ള സമയത്താണ് അവർ പ്രാക്ടീസ് ചെയ്തത്. ഡ്യൂട്ടിക്കിടയിലുള്ള ഇത്രയും ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ ഇത്രയും ഭംഗിയായിട്ട് അടിപൊളിയായിട്ട്. അപ്പൊ ഇവർ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? അല്ല, അവര് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവര് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി. എൻജോയ് ചെയ്തില്ലേ? സൂപ്പർ. ഇനി അടുത്ത പരിപാടി എന്താ? കലമടി. ഇനി അടുത്തത് വരുന്നത് കലമടി മത്സരമാണ്. നല്ല രസകരമായ ഒരു കളിയാണ്. നമുക്ക് അതിനെ ആസ്വദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഏവർക്കും പറക്കാട് ജുവൽസ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത, ഓണക്കാലം അല്ലേ, നമുക്കിങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുങ്ങുമൊക്കെ വേണ്ടേ. എന്നാൽ നമുക്ക് ചിലപ്പോൾ ബഡ്ജറ്റ് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂമിൽ നമുക്ക് കുറച്ച് അടിപൊളി ട്രെൻഡി കളക്ഷൻസും ഉണ്ട്, നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിൽ. പറക്കാട് ജ്വല്ലറി എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു സ്വർണ്ണത്തിന് തുല്യം, സ്വർണ്ണത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന സ്വർണ്ണത്തിൻ്റെ അതേ ഫിനിഷും രൂപഭംഗിയും ഒക്കെയുള്ള ഓർണമെൻറ്റ്സ്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് 1 ഗ്രാം തങ്കത്തിൻ്റെ ഒരു റേറ്റെങ്കിലും വരും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാറി മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് മാറി മാറി ഉപയോഗിക്കാനുള്ള ആഗ്രഹം എല്ലാ കസ്റ്റമേഴ്സിനും കാണും. അപ്പോൾ അതിനു വേണ്ടി അവതരിപ്പിക്കുന്നതാണ് പറക്കാട് ജുവൽസിൻ്റെ എക്കണോമിക് കളക്ഷൻസ്. അപ്പോൾ ഇവിടെ പറക്കാട്ടിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂമിൽ നമ്മൾക്ക് ഒരു ഫ്ലോറ് കംപ്ലീറ്റ് എക്കണോമിക് കളക്ഷൻസ് കൂടി ഉണ്ട്. നമ്മുടെ ടീനേജേഴ്സ് എല്ലാം ഡെഫിനറ്റായിട്ട് ഇവിടെ വന്ന് കണ്ടിരിക്കണം. കാരണം നമുക്ക് ബ്രൈഡൽ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെയോ ഇതേപോലെയുള്ള ഓണം പോലെയുള്ള ആഘോഷവേളകളിലോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഈ നെക്ലേസ്, ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള നെക്ലേസ് കാണിക്കാം. നല്ല പേളൊക്കെ ഹാങ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള നെക്ലേസ്, നല്ല മയിൽ മോട്ടീഫൊക്കെ വന്നിട്ടുള്ള റൂബി സ്റ്റോൺസും പോട്ടാ സ്റ്റോൺസും റൂബി എമറാൾഡ് പോട്ടാ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഈ നെക്ലേസിന് വരുന്ന ഒരു റേറ്റ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. പറക്കാട്ടിൻ്റെ ഈ ഒരു എക്കണോമിക് കളക്ഷൻസ്, അതുപോലെ തന്നെ പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ഓർണമെൻറ്റ്സും നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ഫ്ലോറിൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കൂടുതലും വെച്ചിരിക്കുന്നത് പേൾ ഹാങ്ങിങ് വരുന്നത്, അതായത് നമ്മൾക്കിപ്പോൾ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ മാച്ചിങ് ആയിട്ട് ഈ ഒരു ഓണക്കാലത്തിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ പേൾ ഹാങ് ചെയ്തിട്ടുള്ള വെറും 200 രൂപ റെൻ്റലോ ഒരു 2000 3000 രൂപയിലൊക്കെ തുടങ്ങുന്ന നെക്ലേസുകൾ, അല്ലെങ്കിൽ 1000 തുടങ്ങുന്ന നെക്ലേസുകളും ഉണ്ട് കേട്ടോ. അതായത് കണ്ടോ, പേളൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട്, ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ വലിയ വിലയൊന്നും ഇല്ലാന്നേ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെല്ലാം കാണാനായിട്ട്. കണ്ടോ ഇത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലേസ്. അതെല്ലാം പേള് വെച്ചിട്ടുള്ള കുറച്ച് നെക്ലേസസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, നല്ല റൂബി പോട്ടാ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് പേളെല്ലാം ഹാങ് ചെയ്തിട്ട് ഇത് കണ്ടോ. ഈ ഒരു വർക്ക് ഒരുപാട് അങ്ങനെ റെയറായിട്ട് കാണുന്ന വർക്കാണ്. നല്ല അടിപൊളിയായിട്ട് പേളെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോൺ ഫിക്സിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതേപോലെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ട് വരുന്ന നെക്ലേസാണ്. ഇനി റൂബി സ്റ്റോൺസ് മാത്രമല്ല, കോറൽ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഡിസൈനാണ്. പിന്നെ ഒരല്പം ലെങ്തി ആയിട്ട് മാംഗോ ഡിസൈനൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന നെക്ലേസ്, അതേപോലെ ലക്ഷ്മി രൂപമെല്ലാം വെച്ചിട്ട് വരുന്ന മയിൽ മോട്ടീഫൊക്കെ വെച്ച് പേളെല്ലാം ഹാങ് ചെയ്തിട്ടുള്ള സെറ്റ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സിമ്പിൾ മാംഗോ വിത്ത് പേൾ നെക്ലേസ്. പിന്നെ ഇതിലാണെങ്കിലും അതേ മയിൽ മോട്ടീഫും ഇത് കണ്ടോ, നല്ലൊരു എമറാൾഡ് കളറ് വർക്കൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു
നെക്ലേസ് മയിൽ മോട്ടീഫും ഒക്കെ ആയിട്ട്. ദാ ഇതും ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് സ്റ്റോൺ ഫിക്സിങ്ങോടുകൂടി വരുന്ന ഒരു നെക്ലേസാണ്. ദാ നമുക്ക് മൾട്ടി കളറ്, ഇനി നവരത്ന മോഡലിൽ വന്നിരിക്കുന്ന ഒരു ടർക്കോയ് സ്റ്റോൺസ്, ഗാർണറ്റ് അല്ലെ വയലറ്റ് സ്റ്റോൺസ്, റൂബി എമറാൾഡ് സ്റ്റോൺസ്, പേൾ കോറൽ എല്ലാം വരുന്ന രീതിയിലുള്ള പേൾ ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി നെക്ലേസും. നമ്മുടെ റെൻ്റൽ കളക്ഷൻസും എക്കണോമിക് കളക്ഷൻസും പറക്കാട്ടിൻ്റെ ഒരുപാട് ഷോറൂംസിലുണ്ട്. അപ്പോൾ കുറച്ച് പേരുകൾ ഞാനൊന്ന് പറയാം. നമ്മളുടെ കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ, പിന്നെ കരുനാഗപ്പള്ളി, ചാലക്കുടി, പത്തനംതിട്ട, കോട്ടയം, കാഞ്ഞങ്ങാട് തുടങ്ങി ഒരുപാട് ഷോറൂംസിൽ നമ്മളുടെ റെൻ്റ് ഔട്ട് ചെയ്യാവുന്ന ഓർണമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ എക്കണോമിക് കളക്ഷൻസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറക്കാട് ജുവൽസിൻ്റെ ഈ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്യാനുള്ള അതേ ഓർണമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതിന് മറ്റ് നമ്മൾ ഇമിറ്റേഷൻ ജുവലറിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ഓർണമെൻറ്റ്സ് ഫോട്ടോസിലെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലെല്ലാം തോന്നും. പക്ഷേ അതിനൊന്നും നമ്മൾ എടുക്കുമ്പോൾ അതിന് ആ ഒരു ഫിനിഷോ ഭംഗിയോ അല്ല അതിൻ്റെ കളറോ ഒന്നും ഒരിക്കലും പ്രോപ്പറായിരിക്കില്ല. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പറക്കാട്ടിൻ്റെ ഈ ഒരു ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പറക്കാട്ടിൻ്റെ ശരിക്കും 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറക്കാട്ടിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ അതേ ഫിനിഷ് എല്ലാ ഓർണമെൻറ്റ്സിനും കാണും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആഘോഷ ദിവസത്തിൽ ഞാനിവിടെ നിങ്ങളെ ഇതെല്ലാം കാണിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു കോസ്റ്റ്യൂമിനൊപ്പം നല്ല ഓണത്തിന് വേണ്ടിയുള്ള ഈ ഒരു കോസ്റ്റ്യൂമിൽ നല്ലൊരു പാലക്ക റെഡ് കളറ് നാഗപടം ഷേപ്പിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസാണ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് ചേരുന്ന രീതിയിൽ നാഗപടത്തിൻ്റെ അല്പം ബ്രോഡായിട്ടുള്ള റെഡ് കളർ ബാംഗിളും ഇത് മറ്റൊരു വെറൈറ്റിയിൽ വന്നിരിക്കുന്ന റെഡ് നാഗപടം ബാംഗിൾ. പിന്നെ എങ്ങനെയുണ്ട് ജിമിക്കി എന്ന് നോക്കിയേ, പറക്കാട്ടിൻ്റെ പുതിയ ട്രെൻഡി ആയിട്ടുള്ള ജിമിക്കി. ഇത് തന്നെ ആട്ടോ നമ്മളുടെ പാർവതി മാം മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇതേ സെയിം മോഡൽ ജിമിക്കിയാണ്. പിന്നെ പാലക്കയുടെയും നാഗപടത്തിൻ്റെയൊക്കെ ഷേപ്പിൽ വന്നിരിക്കുന്ന റിങ്ങുകൾ. എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും കാണുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് പറക്കാട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതേപോലെ തന്നെ പറക്കാട്ടിൻ്റെ സോഷ്യൽ മീഡിയ പേജസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാ മലയാളികൾക്കും പറക്കാട്ട് ജുവൽസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊന്നും ചിങ്ങമാസത്തിലെ ഈ പൊന്നോണം സമ്പൽ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിരിക്കട്ടെ. ഏവർക്കും ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ഉയർന്ന വിജയശതമാനവും ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കി കൊല്ലം ജില്ലാ അതിർത്തിയായ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ കോഴ്സുകളിലായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ട്രെയിനിംഗ്, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ BSc BBA കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം. ഏറെ ജോലി സാധ്യതയുള്ള BSc ഫോറൻസിക് സയൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc കാർഡിയാക് ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc Radiography and Imaging Technology, BSc Operation Theatre and Anesthesia Technology, BSc Optometry, BSc Medical Lab Technology, BSc Nursing. അഡ്മിഷൻ നേടാം. ഉടൻ വിളിക്കൂ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെങ്കോട്ട, തമിഴ്നാടു. ഫോൺ 04633 233 222. ഓണക്കോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷത്തിന് മാറ്റുകൂട്ടുവാനായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഷാർജ അബു ഷഗാറയിലെ ബിബീസ് കളക്ഷനിലേക്കാണ്. അപ്പം ബിബീസ് കളക്ഷന്റെ എല്ലാമായ വിപിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഇത് എന്തെങ്കിലും ഫാഷൻ ഡിസൈനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത, പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ വന്നിപ്പോ ഒരു ഫാഷൻ ഡിസൈനറായി ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ദിവസം
പല ആൾക്കാർ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ എത്ര പേര് ഇങ്ങനെ ബുട്ടീക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ടെക്സ്റ്റൈൽ ബേസ്ഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു മേജർ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസൈൻസിനൊന്നും ഒരു കുറവും വരില്ല. പക്ഷെ ഞാൻ ഇതിലോട്ട് എൻ്റർ ചെയ്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു എത്നിക് വെയർ എൻ്റെ ഒരു പ്ലസ് സൈസ് ഇഷ്യൂ നമ്മൾക്ക് ഈ ഒരു മാർക്കറ്റിൽ ദുബായ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല. എനിക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ മിക്കവാറും ഞാൻ ദുബായ് ഫുള്ള് കറങ്ങി ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഓൺലൈൻ തന്നെ അതും ഇന്ത്യയിൽ നിന്നായിരിക്കും. അപ്പൊ ഇനി ഇന്ത്യയിൽ സംഭവം അവൈലബിൾ ആണെന്നറിയാം. അങ്ങനെ സോഴ്സ് ചെയ്ത് നടന്ന് കണ്ടുപിടിച്ച് പ്ലസ് സൈസിന് എനിക്ക് എത്നിക് നമ്മൾക്കൊരു പ്ലസ് സൈസ് അവൈലബിൾ ആക്കണം എന്നുണ്ടായിരുന്നു നമ്മളുടെ ഈ ദുബായിൽ. കാരണം തടികളവരുമുണ്ടല്ലോ. അങ്ങനെ ഇത് ചെയ്ത് കുറെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ഡിസൈൻസ് ഇപ്പൊ നമുക്ക് പ്ലസ് സൈസിലെ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ്. ഷോർട്ട് കോട്ട് സെറ്റ്സ് വേണോ, ലോങ് കോട്ട് സെറ്റ്സ് വേണോ, സിംഗിൾ കുർത്തീസ്, 3 പീസ് സെറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഒരു 8XL സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ എല്ലാം ഉണ്ട്. ഒരു പ്ലസ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സിമ്പിൾ ഡിസൈൻസിലോട്ട് അങ്ങനെ ലിമിറ്റഡ് ആവണ്ട. അത് നമുക്ക് എല്ലാ സൈസും പ്ലസ് സൈസിലും എല്ലാ അവൈലബിലിറ്റി വേണമല്ലോ. നമ്മൾക്കൊരു ഹെവി വേണമെങ്കിൽ ഹെവിയും ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അതും അഫോർഡബിൾ റേറ്റിൽ. എനിക്ക് നാളെ ഒരു സ്ഥലത്ത് പോകണം, ഓടി ഇവിടെ വന്നാൽ മതി. പ്ലസ് സൈസോ ഇവിടെ അവൈലബിൾ. സൈസ് ഇഷ്യൂസ് പ്രശ്നമില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടൈലേഴ്സ് അവൈലബിൾ ആണ്, അവർ ഹെൽപ്പ് ചെയ്യും. ഇനി ഓണം അല്ലാതെ തന്നെ നമ്മുടെ അടുത്ത് വേറെയും കളക്ഷൻസ് ഉള്ളതിൽ ഇൻഡോ വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഹെവി പാർട്ടി വെയർ ആണെങ്കിൽ അതും ഉണ്ട്. ഇത് ടോപ്പ് മാത്രമായിട്ടുള്ള ഇത് ഫുൾ സെറ്റ് ആണ്. ഒരു ക്രോപ്പ് ടോപ്പും അങ്ങനെ ഇൻസൈഡ് പാന്റും ഉണ്ട്. ഇതിലും സൈസസ് നമുക്കൊരു 3XL വരെയൊക്കെ അവൈലബിൾ ആണ്. ഇതിന് ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട്. ഒരു പിങ്ക് ഷെയ്ഡും കൂടി വരും. ഓൾമോസ്റ്റ് എല്ലാ പീസിനും ചെറിയ ഒരു കളർ വെറൈറ്റി എങ്കിലും വരാറുണ്ട്. ഇതെല്ലാം ഇൻഡോ വെസ്റ്റേൺ കാറ്റഗറിയിൽ വരുന്നതാണ്. മറ്റേ ഷോർട്ട് കഫ്താൻ ടൈപ്സ് ഉണ്ട്. ഇനി കഫ്താൻസ് വരാനുണ്ട്. നമ്മളുടെ കഫ്താൻസ് ഒക്കെ സ്റ്റോക്കിലോട്ട് വരാനുണ്ട്. നമുക്ക് ഒരാഴ്ച കൊണ്ടെല്ലാം ഇവിടെ ഇത് കളർ ചേഞ്ച് മറ്റേ ബ്ലാക്കും റാണി പിങ്കിന്റെ. ഇതിൽപ്പെട്ട് നമ്മളുടെ ട്രെൻഡിങ് ഫാബ്രിക് ആണ് മൽചന്തേരി, മൽ കോട്ടൺ. ഇപ്പോ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ് മൽചന്തേരി. ആ ഒരു ഫാബ്രിക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഇതിന് കുറച്ച് റേറ്റ് കൂടും. നമ്മളുടെ നോർമൽ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊരു ഇത്തിരി കൂടി റേറ്റ് കൂടും. പക്ഷെ ഇതില് കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ്. ഇതിലൊരു 4 കളേഴ്സ് വരെ വരും. ഒരു ഡീപ്പ് പേർപ്പിൾ ഉണ്ട്, പിന്നെ നമുക്ക് ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്, റാണി പിങ്ക് ഷെയ്ഡ്. ഇതിനിപ്പോ 4 കളർ. ഇതും സെയിം വേ. ഇത് വേറൊരു ഫാബ്രിക് ആണ്. ആലിയ കട്ട്. ആലിയ കട്ട് ഏത് സമയത്തും ഒരു ഇത് ഓഫ് എന്ന് പറഞ്ഞ ഒരു ടൈമില്ല. ഇത് ഏത് സമയത്തും വന്ന് ചിലപ്പോ ഇഷ്ടപ്പെട്ട് ഇപ്പൊ ഞാൻ ഓൺലൈൻ ചെയ്തിരുന്ന സമയത്തും എന്റെ വീട്ടിൽ വന്നിട്ട് എടുത്തിരുന്ന ആൾക്കാരുണ്ട്. അതും ചിലപ്പോ ഇത് പ്ലാൻഡ് ആയിരിക്കും. അപ്പൊ ആലിയ കട്ട് കാണുമ്പോ ഇഷ്ടപ്പെട്ട് എടുക്കുന്നവരുണ്ട്. അതിനോടൊരു പ്രത്യേകം ഇഷ്ടമുള്ളവരുണ്ട് ആലിയ കട്ട് പാറ്റേൺ. ഇതിനും ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിലിപ്പോ ഈ ഫാബ്രിക്കിൽ വരുന്ന പ്രിന്റ്സിൽ വ്യത്യാസം വരും, ഇവിടുത്തെ വർക്ക് വ്യത്യാസം വരും. ആലിയ കട്ടില് ഒരു വലിയൊരു കളക്ഷൻ, ആ ഒരു കാറ്റഗറി തന്നെ വേറെ ഉണ്ട് ആലിയ കട്ടിന്. ഇപ്പൊ ഒരു ഡിസ്പ്ലേയിൽ ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ഒരു പീസ് എടുത്തുന്നുള്ളൂ. ഡിസ്പ്ലേ ചെയ്ത ലിമിറ്റേഷൻ. അപ്പൊ ഇവിടെ ഇൻസൈഡ് നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഇതിന് ഡിഫറെന്റ് വലിയൊരു കളർ. ഒരിക്കലും നിങ്ങൾ പറഞ്ഞാൽ എപ്പോഴും എന്താ പറയുക ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അടുത്തറിയാം എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തറിയാമിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഷാർജയിലെ ഡീബ്രോസ് എക്സിബിഷൻ കമ്പനിയിലാണ്.
നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഡീബ്രോസിലെ മറ്റൊരു എംപ്ലോയിയുമായിട്ടാണ്, മിസ് അഞ്ചല. ഷീസ് എ സെയിൽസ് മാനേജർ ഹിയർ. ഹായ് മിസ് അഞ്ചല, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. Hi everyone. My name is Achla and I'm from India, Delhi. I have been working with Debros Exhibition and Events since like 5 years ago, and I have closely worked with the sales team over here, and I keep myself working with goal orientation, positive attitude. Okay, Miss Anjali, you're from? I'm from India, Delhi. Okay. You're working here almost 5 years, right? Yes, I've been working here for 5 How's years. the experience over here? Yes, the environment, everything is really very good, and we as a team we work together. Not only in like we are in team, we work together with friendly environment we have, and That's a very important, like yes, you know, exactly. When you work under a friendly environment, you are stress free and you can give 100% what a company deserves, and you can prove your potential as well. That's what. How you'll approach your clients? Like you, as you say, you're in the part of sales, na? Yes. Like you're a manager over Yes, here. yes. Yeah. What we do, we have some steps to follow in this exhibition field. While we try to approach our clients through social media platform like Google Meet, LinkedIn, and if the client is locally based in UAE, we do visit them, and then we start communication with the client. We try to even make the client comfortable with the communication from the beginning, and we try to make a good bond with the client. Oh, that's great. What is the process once you follow the build up with the clients? Actually, the first step what we do, first step, like we approach the client with social media platform, then we start gaining the information what they are looking ahead with. So we take a complete briefing, detailed briefing from the client. Later we sit with our designer. We make a model as per the client's expectations, what they are looking ahead with, and then we keep on, like if the client have a modification, we make the modification in the design until the final design is confirmed. That's what they need to come back again. That Yes, is your exactly. duty to make them. No, we are as a sales team, but we work as a relationship manager to maintain Maintain a the relationship. Bond. Main Oh, yeah. thing is that we focus on maintaining a bond with the client. So we are very concerned about the quality what we are giving in, the other beneficial things like for the groceries. If the client is from other nationality and is coming here to exhibit it, for them it's where the place is unknown. So we even try to help them with the groceries, staycation, everything. We'll go ahead and we can suggest, we advise them. Oh, to that's go ahead. great. We do not make clients, we make a family over here. Oh, good. Yes. How do you take the project once the design is confirmed? Once the design is confirmed, we move ahead to draw a CAD file. That is a technical part. We sit with our design, like our designer will provide the technical part. Later, we will give a mock-up to the client where they can understand exactly what we are going to build on the site. So once we are done with the mock-up, if there is slight modification, we'll just go ahead with the client, and then we build a booth on Oh, you the will site. provide the mock-up as well? Yes, exactly. Oh, We are okay. providing mock-up in our warehouse, and their client can understand to make the clear concept for them that what we are going ahead with, and then on the site we build to goes for the build-up, and later last process is the handover for the booth. Oh, that's great. The last question for you. What you enjoy the most? Actually, there are several things that we enjoy with the client. We have many new experiences with the client. This stream from beginning to the end is a very joyful moment for each of us. We go ahead with the mock-up, we go ahead with the designing, we go ahead with the build-up till like from execution to installation, and later with dismantling. So we dismantle only the booth, but we continue with the bond that we are carrying ahead with the client. And we make a trust with the client that in like even in future if they are coming up, we can support not only in UAE but we can support in other Gulf countries, Asian countries. So the main focus is for us is to maintain a good relationship with the client, being a relationship manager as well. Thank you so much, Miss Anjala. Thank you for your time. Thank you so much for the opportunity. Thank you. അടുത്തറിയാമിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ് ധന്യ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്.
നിള കാറ്റേഴ്സ് ഒരുക്കുന്നു ഓണസദ്യ ഗിഫ്റ്റ് ബോക്സ്. പായസമടക്കം 25ഓളം വിഭവങ്ങളടങ്ങിയ ഓണസദ്യ ഇപ്പോൾ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം. ജീവിതം അതിലുപ്പാവേണം സ്നേഹം നിലനിറയുമ്പോൾ ഇലനിറയാനീ നിലയുടെ മായാജാലം നിലയുടെ മായാജാലം. രുചികരമായ ഓണസദ്യ ഗിഫ്റ്റ് ബോക്സിനായി ഇപ്പോൾ തന്നെ വിളിച്ച് ഓർഡർ ചെയ്യൂ. നിള നിറയും പോലെ ഇല നിറയട്ടെ. ഏവർക്കും നിളയുടെ ഓണാശംസകൾ. സെന്റ് മേരീസ് ക്യാമ്പസ് ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപ്പേരിയും പപ്പടവും പായസവും ഒക്കെയായി ഓണം ഉണ്ണാൻ മലയാളികൾ കാത്തിരിക്കുന്ന ദിനങ്ങൾ എത്തിയിരിക്കുകയാണ്. അത്തം മുതൽ 10 ദിവസങ്ങളായി ആഘോഷിക്കുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ ഓണക്കാലം ചെങ്കോട്ടയിലെ സെന്റ് മേരീസ് കോളേജിനൊപ്പം ആഘോഷിക്കുവാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പണ്ട് നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചിരുന്നത് എവിടെയായിരുന്നു? നമ്മുടെ നാട്ടിൻപുറത്തിലെ ചെറിയ ചെറിയ ക്ലബ്ബുകളിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴോ അങ്ങനത്തെ ക്ലബ്ബുകളും കാണാനില്ല, അവിടെ ഓണാഘോഷിക്കാനായിട്ട് ആൾക്കാരെയും കാണാനില്ല. എല്ലാവരും ടിവിയുടെ മുമ്പിൽ എന്താണോ ഓണപരിപാടി അത് നോക്കിയിരിക്കുക. എന്നാ ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് ആ ഒരു പഴമയൊക്കെ നിലനിർത്തുന്ന രീതിയിൽ ഓണപരിപാടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തേക്കുക. മിഠായി പറക്കല്, കസേര കളി, അതേണക്ക് ഉറിയടി, അങ്ങനെ നിരവധി പ്രോഗ്രാംസാണ് ഞങ്ങൾക്ക് ഇവിടെ സാർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് മിഠായി പറക്കലൊന്ന് കണ്ടിട്ട് വന്നാലോ? പെൺകുട്ടികളുടെ വാശിയേറിയ മിഠായി പറക്കൽ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാടി തന്നെയാണ് ഓരോ അരിമണിയും പറക്കിയെടുക്കുന്നത്. ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും വാശിയേറിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആര് ജയിക്കും എന്നുള്ളത് എല്ലാവരോടും പറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ കൂടെ നിന്ന് സഹായിയുടെ കൈ കൊടുത്ത് ഓരോന്നും എണ്ണിയെടുക്കുകയാണ്. ആരാണ് ജയിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഓരോരുത്തരും എണ്ണുന്നുണ്ട്. അതേതാ ഫസ്റ്റ് ഇയർ നഴ്സിംഗിലെ ഏഞ്ചൽ സി വർഗീസ് വളരെ ആവേശത്തോടുകൂടി തന്നെ കൈ പൊക്കുന്നുണ്ട്. അതെ, ആ കുട്ടി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ആ കുട്ടി 116 വയർമണികളാണ് പറക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ അതിന് ജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ ഏഞ്ചൽ സി വർഗീസ്. അടുത്തതായിട്ട് ബോയ്സിന്റെ മിഠായി പറക്കൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഗേൾസിനെ പോലെ തന്നെ ബോയ്സും വളരെയധികം ആവേശഭരിതരായിട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വളരെ നന്നായി തന്നെ മിഠായികൾ പറക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്നും തനിക്കൊരു പുത്തരിയല്ല, താൻ ഇതിനേക്കാളും വലുതൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന രീതിയിലാണ് ഓരോരുത്തരും ഇവിടെ മത്സരിക്കാനിരിക്കുന്നത്.
എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇവരെന്താ ചെയ്യുന്നത്, ആര് ജയിക്കും. ആദ്യത്തെ സമ്മാനം ഗേൾസിൽ ഫസ്റ്റ് ഇയർ കൊണ്ടുപോയി. ഫസ്റ്റ് ഇയർ കൊണ്ടുപോകുമ്പോൾ ഇല്ല വിട്ട് കൊടുക്കില്ല, ഞങ്ങൾ തന്നെ ജയിക്കുമെന്നും പറഞ്ഞ് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വാശിയേറിയ രീതിയിൽ ഇവിടെ ഇരുന്ന് മത്സരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവര് പറക്കിയെടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് അത് നമ്മള് കൂട്ടി നോക്കാണ്. ആരാണ് ജയിച്ചത് നമുക്ക് അറിയത്തില്ല. ഓരോരുത്തരും അവരവരുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ കയ്യില് അവിടുത്തെ പയർ മണികൾ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്, അടുത്തതായിട്ട് ആരാണ് വിജയി എന്നറിയാൻ പോകുന്ന സെക്ഷനാണ്. ഫസ്റ്റ് ഇയറിലെ ധനുഷിനാണ് 160, 180. സെക്കൻഡ് പ്രൈസ് തേർഡ് ഇയർ ഷിഹാസ് 160. ഇതായിട്ട് വാശിയേറിയ നമ്മുടെ ഓണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കസേരകളി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോളേജിലെ ബോയ്സ് അങ്ങനെ കസേരകളി മത്സരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. വളരെയധികം ആവേശഭരിതരായിട്ടാണ് അവർ കസേരകളി കോമ്പറ്റീഷനിൽ നിൽക്കുന്നത്. എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. സ്പീഡിൽ ഓടണം, ആരും ഇതിൽ നിന്ന് എഴയാൻ പാടില്ല. ഇത് സ്പീഡിൽ പോകണം. നല്ല ഗ്യാപ്പ് ഇട്ടാണ് എല്ലാവരും ഓടുന്നത്. 14 സ്റ്റുഡൻസും 13 കസേരയാണുള്ളത്. ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിലൊരു കുട്ടി തന്നെ ആദ്യമായിട്ട് ഔട്ടായിരിക്കുന്നു. അടുത്തായിട്ട് ഒരു കസേര മാറ്റുന്നതാണ്. വാശിയേറിയ കസേരകളി മത്സരം വീണ്ടും തുടർന്ന് ആരംഭിക്കുകയാണ്. എല്ലാവരും താൻ തന്നെ ജയിക്കണം, ഞങ്ങൾ തന്നെ ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആടിപ്പാടി ഉല്ലസിച്ചാണ് ഓരോരുത്തരും കസേരകളി മത്സരത്തിൽ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത ആളും ഔട്ടായിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഒരു കസേര കൂടെ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ മത്സരം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 4 കസേരയും 5 പേരും. ഇവരിൽ ആര് ഫൈനൽ വരെ നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ അവസാന ഘട്ട മത്സരം 2 കസേര. ഇനി വെറും 2 കസേര മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. 2 കസേരയും 3 പേരും. 2 കസേരയെ വലം വെച്ചുകൊണ്ട് 3 പേര് ഓടുകയാണ്. ആരാകും വിജയി എന്ന് കാണാനായി നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പെൺകുട്ടികളാണ് കസേര കളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇടാതെ ഓടണം. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഫൗൾ കളിക്കുന്ന രീതിയിലാണ് ഓടുന്നത്. കുറച്ചുകൂടി എനർജിക്കായിട്ട് ഓടട്ടെ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച്. നമ്മുടെ പ്രോത്സാഹനമാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഊർജ്ജം എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് മത്സരം എത്തിയിരിക്കുകയാണ്. വെറും 4 കസേരയും 3 അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഒരു കസേരയും 2 പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാ നമ്മുടെ ഒരു കസേര വലം വെച്ചുകൊണ്ട് ഓടുന്നു. ഏഞ്ചൽ സി വർഗീസ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ശ്രീധന്യ ഫ്രം അലൈഡ് ഹെൽത്ത് സയൻസ്. അതിൽ നമ്മുടെ വാശിയേറിയ കസേരകളി മത്സരത്തിന്റെ അവസാനം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏഞ്ചൽ സി വർഗീസ് ജയിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് കൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ചപ്പോ നമ്മുടെ ഗേൾസിന്റെ കസേരകളി മത്സരത്തിലെ വിന്നർ ഏഞ്ചൽ സി വർഗീസ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സെന്റ് മേരീസ് കോളേജിലെ ഓണ പ്രമാണിച്ചുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പം ഇത് നമ്മുടെ അവസാനത്തെ ഓണമാണ്. ഇത് കോളേജിൽ ലാസ്റ്റ് ഓണം ആയതുകൊണ്ട് നല്ല സങ്കടമുണ്ട്.
ഞാൻ OTT ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൽ വന്നിട്ട് 1 month ആവുന്നു. ഇതിന് മുന്നേ വർക്ക് ചെയ്ത കോളേജിൽ ഡിഫറെൻ്റ് ആയിട്ട് സെൻറ്റ് മേരീസിൽ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് തോന്നിക്കാത്ത രീതിയിൽ മലയാളത്തിൻ്റെ തനിമയായ ഓണം സെലിബ്രേഷൻ വളരെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പിള്ളേർ ഇവിടെ ഫുള്ള് ചെയ്യുന്നത്. കഥകളി, അതുപോലെ തന്നെ തെയ്യം, കുറേ കഥാപരമായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇവർ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നു. അതുപോലെ ചെയർമാൻ ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ്. അത് ഞാൻ മുന്നേ വർക്ക് ചെയ്ത കോളേജ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഈ വർഷത്തെ ഓണം സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സെന്റ് മേരീസ് ക്യാമ്പസ് ഓണത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നെങ്കിലും ഒരു പിടി നല്ല വിഭവങ്ങളുമായി ഞങ്ങൾ നാളെയും ഇതേ സമയത്ത് എത്തുന്നതായിരിക്കും. അപ്പൊ കാണാൻ മറക്കരുത്. സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മ നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഉത്രാട ദിനത്തിൽ ഞാൻ സുകന്യ ജയറാം വിടവാങ്ങുന്നു. നാളെ തിരുവോണ ദിന വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അത്തം 10 പൊന്നോണം 2025. This program is brought to you by D-Bros Exhibitions and Events, Dubai, UAE. Happy Land Presents, powered by Vibi's Collections, Sharjah, UAE. Co-powered by St. Mary's Group of Institutions. Co-presents Nila Catchers.